ഇതിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം കഴിഞ്ഞ വർഷവും നവംബർ 25-ന് സമുചിതമായി തന്നെ ആചരിച്ച പാർട്ടിയാണ് CPIM എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു വെടിവെപ്പിനെ കുറിച്ച് അതിൻ്റെ രക്തസാക്ഷികളെ കുറിച്ച് ഒക്കെ മറന്നുപോയിട്ടുണ്ടാകില്ല എന്ന് വേണം സ്വാഭാവികമായും കരുതാൻ. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അന്നത്തെ മുദ്രാവാക്യം വിദ്യാഭ്യാസ കമ്പോളവൽക്കരണത്തിന് എതിരെയായിരുന്നു. സ്വാശ്രയം എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടില്ല. വിദ്യാഭ്യാസ കമ്പോളവൽക്കരണം എന്നതാണ് അതിൽ എക്സാക്റ്റ് ആയിട്ട് ഉപയോഗിച്ച വാക്ക്. അതിൽ നിന്നാണ് പിന്നീട് സ്വാശ്രയ സമരത്തിലേക്കൊക്കെ വരുന്നത്. പക്ഷേ സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഇവിടെയായിരുന്നു. 1994 നവംബർ 25-ന് സമരം നടക്കുന്നു. അതിൽ KK രാജീവനും ഷിബുലാലും റോഷനും മധുവും ബാബുവും രക്തസാക്ഷികളാകുന്നു. സഖാവ് പുഷ്പൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ രക്തസാക്ഷിത്വം വരിക്കുന്നു. അതാണ് കൂത്തുപറമ്പ് വെടിവെപ്പിൽ സംഭവിച്ചത്. ഇതിൽ മരണക്കിടക്കയിൽ അല്ലെങ്കിൽ മരണത്തോടടുത്ത് ശയ്യാവലംബിയായി പുഷ്പൻ കിടക്കുന്നത് 3 പതിറ്റാണ്ട് കാലമാണ്. 94 മുതൽ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ വരെ 3 പതിറ്റാണ്ട് കാലമാണ് പുഷ്പൻ കിടക്കുന്നത്. അതുകൊണ്ടാണ് പുഷ്പനെ അറിയാമോ എന്ന് ചോദിച്ചാൽ പുഷ്പനെ അറിയാൻ മാത്രമല്ല, പുഷ്പനെ മറക്കാനും സഖാക്കൾക്ക് കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കിടക്കയിൽ കിടക്കുമ്പോഴും P. ജയരാജൻ പറഞ്ഞതുപോലുള്ള ഒരു വാചകവും പുഷ്പനിൽ നിന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോഴും വന്നിട്ടില്ല. കോടിയേരി ബാലകൃഷ്ണനെ കാണാൻ അദ്ദേഹത്തിൻ്റെ വിയോഗവേളയിലൊക്കെ എങ്ങനെയാണ് പുഷ്പനെ കൊണ്ടുവന്നത് എന്നതൊക്കെ നമ്മളുടെ മുന്നിൽ ആ ഒരു കണ്ണീരണിയിക്കുന്ന ദൃശ്യമൊക്കെ ഉണ്ട്. കിടക്കയിൽ കിടന്നു വരുന്ന പുഷ്പനെയൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ പുഷ്പൻ്റെ അവസാനം വരുന്ന പ്രതികരണവും പാർട്ടിയാണല്ല എന്നാണ്. ഒരിക്കൽ പോലും പാർട്ടിയെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ അന്നും റവാഡ്, അതായത് പുഷ്പൻ മരിക്കുന്നതിന് അല്ലെങ്കിൽ പുഷ്പൻ രക്തസാക്ഷിത്വം വരിക്കുന്നതിന് മുൻപ് തന്നെ റവാഡയെ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു.